ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ഡെസേർട്ടായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പലഹാരത്തിന് ലക്കോട്ടപ്പം എന്നും പറയും, പനിനീർ പെട്ടി എന്നും പറയും. ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ പുതിയാപ്പിളമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അപ്പത്തിൽക്കുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഒക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പം നമ്മുടെ എഗ് മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്കുള്ളൊരു ഷുഗർ സിറപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഗ് മിക്സിലേക്ക് പഞ്ചസാര കുറഞ്ഞ രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മധുരം ഓവറായി പോവും. ഇനി ഈ പഞ്ചസാര എഗ്ഗും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ അപ്പത്തിനേക്കുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്കിവിടെ ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ്ക്ക് പകരമായിട്ട് നിങ്ങൾക്കിതിൽ റോസ് എസൻസോ റോസ് വാട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദക്ക് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് മൈദയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ നമുക്കിത് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൈദദോശക്ക് തയ്യാറാക്കുന്ന മാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അധികം തിക്കാവരുത്. നമുക്കിതുപോലെ കോരി ഒഴിക്കുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ ഓയിലിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കിനി ഓയിലൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നല്ല ചെറുതാണ്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടാണ് കേട്ടോ നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. വലിയ കയ്യിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ചുറ്റിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ദോശ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ഒരു ദോശൻ്റെ കളർ ഒട്ടും ചേഞ്ച് ആവാൻ പാടില്ല. ഈ വൈറ്റ് കളർ തന്നെ ഇരിക്കണം. ഈ ദോശ മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരു 10 സെക്കൻഡിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ഇത് നല്ല നൈസായിട്ടുള്ളതായിരിക്കണം, മുരിഞ്ഞ് കിട്ടാനും പാടില്ല. ഇപ്പോൾ ഇതാ ചുട്ടെടുത്ത ദോശ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോശ ഇതുപോലെ ആയിരിക്കണം, നല്ല നൈസായിട്ടും പിന്നെ കളർ ഒട്ടും ചേഞ്ച് ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ പലഹാരം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ദോശയുടെ അകത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫില്ലിംഗ് ഇവിടെ കുറച്ച് വെച്ച് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ദോശയുടെ മിഡിലായിട്ട് ഞാൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിവിടെ എഗ് മിക്സ് അധികം വെക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ദോശയുടെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം.
നല്ല ചൂടോടുക്കെ തന്നെ നമ്മളിതുപോലെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. 4 ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു പെട്ടി ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതവിടെ നമ്മുടെ പനിനീർ പെട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമുക്ക് എല്ലാ അപ്പവും തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് ഈ അപ്പത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ കേട്ടോ നമുക്ക് പലഹാരം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ അവിടെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. മധുരം കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറഞ്ഞ രീതിയിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.